ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒരിക്കലൊരു യാത്രയിൽ എന്നോട് ചോദിച്ചു, ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇനിയും ഒരു സാമ്പത്തികമായിരിക്കുന്ന ഭാരം മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ എനിക്ക് മനപ്രയാസമുണ്ട് തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി എന്നെ മുറിയിലേക്ക് വിളിച്ച് അന്ന് എനിക്ക് 1000 രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു പറഞ്ഞു, ഇതുകൊണ്ട് പോയി സംഗീതം പഠിക്കണം. ആദ്യം കലാഭവനിലെ നടേശൻ മാഷിൻ്റെ അടുത്താണ് ആദ്യം പഠിച്ചത്. എന്നാൽ ഈ യാത്രാ ബുദ്ധിമുട്ട് എന്നെ വളരെയധികം വിഷമിപ്പിച്ചതുകൊണ്ട് കോട്ടയത്ത് കലാക്ഷേത്രം എന്ന സംഗീത സ്കൂളിൽ എൻ്റെ പഠനം ആരംഭിച്ചു. 1983 ആയപ്പോഴത്തേക്ക് വൈദിക സെമിനാരിയിലെ ഒരു അധ്യാപകനായി എനിക്ക് ചെറുതായി നിയമനം കിട്ടി. അതിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് സംഗീതം പഠിക്കുവാനും തുടങ്ങി. 84 എനിക്ക് നവരാത്രി മഹോത്സവത്തിന് കലാക്ഷേത്രം സ്കൂളിൻ്റെ മുറ്റത്ത് അരങ്ങേറ്റം നടത്തുവാനായിട്ട് സാധിച്ചു. സർവഭൂതാത്മഭൂതസ്ഥം സർവധാരം സനാതനം സർവകാരണ കാരകം നിദാനം പ്രകൃതേ പരം പരാത്പരം തത്വം സത്യാനന്ദോചിതാത്മകം മനസ്സാ. 1984 അരങ്ങേറ്റത്തിനു ശേഷം പ്രശസ്തമായ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അനേക വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചു. ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ കച്ചേരി അവതരിപ്പിച്ചത് പാരമ്പര്യവാദികൾ വിവാദമാക്കി. പക്ഷേ ഇടവക ജനങ്ങൾ ഇടയന്റെ പാട്ടിനൊപ്പം അണിചേർന്നു. അതോടെ പാട്ടിന്റെ വിലക്ക് തീർന്നു. പിന്നീട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഹായത്തോടെ റഷ്യൻ സംഗീതം പഠിക്കുവാനായി സെന്റ് പീറ്റേഴ്സ്ബർഗ് സംഗീത അക്കാദമിയിലെത്തി. ഞാൻ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഹാർമണി ആൻഡ് കൊയർ കണ്ടക്ഷൻ എന്ന് പറയുന്ന വിഷയത്തിലായിരുന്നു. ഒരു മെലഡി കേട്ടാൽ അതിനെ കോഡ് അടിസ്ഥാനമാക്കി 4 തിരിക്കുവാനുള്ള ശാസ്ത്രമായിരുന്നു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാർമണി എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ഒരുമിച്ച് പാടണം എന്നുള്ളതായ കൊയർ കണ്ടക്ഷൻ. എനിക്കതിന് പറ്റിയ അധ്യാപകരെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. റഷ്യൻ പോപ്പുലർ സംഗീതവും അതുപോലെ യുക്രൈനിയൻ പോപ്പുലർ സംഗീതവും പഠിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ കൂട്ടുകാർ അതിന് വേണ്ടുന്നതായ എല്ലാ ഒത്താശകളും ചെയ്തു തന്നിരുന്നു. റഷ്യയുടെ ഏത് പ്രധാനപ്പെട്ട ഫീസ്റ്റ് വരുമ്പോഴും എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കുക പതിവായിരുന്നു. Step kruhom puch dalog leži, toj stepi gluhom umiral yamshi. 2010 ഞങ്ങളുടെ സുമോറോ ഗായക സംഘം റഷ്യയിൽ ബെലാറൂസിൽ മത്സരം കഴിഞ്ഞ് ഞാൻ പഠിച്ച അക്കാഡമി ഒന്ന് വിസിറ്റ് ചെയ്യുവാനായിട്ട് പോയി. അന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ ഗ്രൂപ്പിനെ അവർ റിസീവ് ചെയ്തു. വളരെ സസ്പെൻസായിട്ട് ഒരു സംഗതി അവർ ഞങ്ങളെ കാണിച്ചു തന്നു. ഒരു വീഡിയോ, ഒരു പാട്ടായിരുന്നു അത്. ആ പാട്ട് പാടി കുറച്ച് വന്നപ്പോൾ മനസ്സിലായി, ഒരു പരിചയമുള്ള ശബ്ദം പോലെ എനിക്ക് തോന്നി. ഒരു പകുതിയായപ്പോൾ മനസ്സിലായി ഞാൻ തന്നെയാണ് പാടുന്നതെന്ന്.
Moria, Deutschland will ihn euch bewahren. Die Urania, das ist Moria, Deutschland will ihn euch bewahren. ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കൂടെ വന്നവരും അതുപോലെ തന്നെ അത് സ്തബ്ധരായി ഇരുന്നു പോയി. 25 വർഷങ്ങൾക്ക് മുമ്പ് പാടിയതായ ആ പാട്ടിനെ അവരിന്നും അവിടെ സൂക്ഷിച്ചു വെച്ചു. അത് കേൾക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിലുള്ളതായ ചാരിതാർത്ഥ്യം ഏറെ മനസ്സിലുണ്ടായിരുന്നു. I am empowered at AIMS